ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? അടുത്ത വീഡിയോയുമായി ഇതാ വരുന്നു. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, നമ്മൾ ചുമ്മാതിരിക്കുന്ന നിമിഷങ്ങളുണ്ട് ഒത്തിരി അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വീട്ടിൽ ലേഡീസൊക്കെ ചുമ്മാതിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ 5 സെൻറ്റ് ഉള്ളതിലും നമ്മുടെ പറമ്പിൻ്റെ അടുക്കള വശങ്ങളിലൊക്കെ സ്ഥലം ഉണ്ടാവും ഇഷ്ടം പോലെ. നമ്മൾ ആ കഴുകുന്ന വെള്ളമൊക്കെ നമ്മളത് നിസ്സാരമായിട്ട് എടുത്ത് കളയൂല്ലേ. അപ്പം ഞാൻ ഒരു 2-3 കാര്യങ്ങൾ പറയാനാണ്. അപ്പം നിങ്ങളിത് കാണുക, ശ്രദ്ധിക്കുക. ഞാൻ ചുമ്മാതിരിക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫിലിമിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പറമ്പ് കാസർഗോഡുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത സമയങ്ങളിൽ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങൾ നോക്കും, പറമ്പിൽ പണിയും. അപ്പോൾ ഞാനൊരു 10 ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു 2-3 വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് റബ്ബർ ഇപ്പം അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ റബ്ബറിൻ്റെ ചോട്ടിൽ ചപ്പെല്ലാം വെട്ടിക്കൂട്ടി കമുകുന്തയുടെ എല്ലാം ചോട്ടിലിട്ട് എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിസംബർ 25 ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ തൊടുപുഴ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കാണുക. അപ്പോൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഇവിടെ പള്ളിയിലെ പെരുന്നാളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി ജോലി സ്ഥലത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുമായി വരാൻ കാരണം, നമ്മുടെ തൈകൾ എങ്ങനെയാണ് നട്ടുവെച്ചാൽ നമുക്കുണ്ടാകുക. നമ്മൾ ഈ അന്യായ പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെന്താണ് വേണ്ടതെന്നാണ്. നമുക്ക് ഈ പറമ്പിൽ നിന്ന് പറിച്ചാൽ നമുക്ക് എന്തും നമുക്ക് കറി വെക്കാം ഇല്ലേ. ഈ വിഷങ്ങൾ തിന്നേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഞാനിവിടെ വന്നാൽ ചേമ്പ് പറിക്കുക, ചേമ്പിൻ്റെ തണ്ട് തോരൻ വെക്കും. അതുപോലെ ചാമ്പയ്ക്ക കൊണ്ട് മത്തി കൊണ്ടുള്ള ഒരു സംഭവമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഈ വീഡിയോ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ നട്ടുവെച്ച ഒരു 10-35 ദിവസം മുന്നേ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വന്ന് ചെയ്തിട്ട് പോയി. അതെല്ലാം പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇതിപ്പോൾ ഒരു 2.5 മാസമായി കാണും. ഒരു ഓമരം നട്ടുവെച്ചു, പെട്ടെന്ന് വലുതായി. നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾ അതിശയം ഓർക്കും. അപ്പം നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് നട്ടു വെക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഓമരം, കണ്ടോ. നമ്മുടെ അടുക്കള വശത്ത് ഉള്ള ഒരു ഓമരമാണ് ഇത്, കണ്ടോ. കപ്പളങ്ങ, കർമൂസ, മനസ്സിലായില്ലേ, പപ്പായ. അതായത് ഇത് കണ്ടോ, ഇതിപ്പോൾ പെട്ടെന്ന് കിളുത്തു, പെട്ടെന്ന് 2 മാസം കൊണ്ടായതാണ്. ഇതാ ഇപ്പോൾ ഇതാ കാ നിറച്ച് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ്. ഇത് അറിയാനൊന്നുമില്ല. നമ്മൾ ഒരു കുറച്ച് മണ്ണിളക്കിയിട്ട് നമ്മൾ അരി പാകിയാൽ അത് കിളുത്ത് വരും. കിളുത്ത് വരുമ്പോൾ നമ്മൾ കളയുന്ന വേസ്റ്റ് എന്ത് സാധനങ്ങളാണോ ആ വെള്ളം നമ്മൾ അതിൻ്റെ ചുവട്ടിലേക്ക്, നമുക്ക് അടുക്കള വശമാകുമ്പോൾ എളുപ്പമുണ്ട് ഒഴിച്ചു കൊടുക്കാൻ. അത് ഒഴിച്ചു കൊടുത്താൽ വേഗം കയറുമെന്നുള്ളതാണ്. നമുക്കൊന്നും കറി വെക്കാനില്ലെങ്കിലും ഇത് പറിച്ചിട്ട് ഇതിൻ്റെ തോല് ചെത്തിയിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടേസ്റ്റി ചോറിനാം, ചാറ് വെക്കാം ഇല്ലേ. ഈ ഓമയ്ക്ക ഇവിടുത്തെ തൊടുപുഴ ഭാഷ കേട്ടോ. ഓമയ്ക്ക എന്ന് പറയുന്നത് കർമൂസ, അതായത് കപ്പളങ്ങ. നിങ്ങൾ എന്താ പറയുകയെന്ന് എനിക്കറിയാം, പപ്പായ. അപ്പോൾ അത് തോല് ചെത്തിയിട്ട് നമ്മൾ കൊത്തി എരിഞ്ഞ് നല്ലപോലെ പിന്നെ മുളകും പിന്നെ ചുമന്നുള്ളി എല്ലാം അരിഞ്ഞ് തീയെ ആവിക്ക് വെക്കുക, കടുക് പൊട്ടിച്ചേച്ചിട്ട് അത് കഴിയുമ്പോൾ ഇച്ചിരി തേങ്ങ ചിരണ്ടി നമ്മൾ നല്ലപോലെ അരപ്പ്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അടിപൊളി ചോറുണ്ണാൻ പറ്റിയ ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ മീൻ വറുത്തതും അടിപൊളി സംഭവമാണ്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കർമൂസ, കണ്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക, ഇതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ വേറെ സംഭവം, ഇതൊരു ഉണ്ട മുളകാണ്. ഞാൻ അന്ന് കുഴിച്ച് വെച്ചിട്ട് പോയതാണ്. ഇതിന് ഞാൻ വന്നിട്ട് ഒത്തിരി മുളക് എടുത്തു കേട്ടോ. ഇതിലൊരു മുളക് മതി നമുക്ക് കറിക്കെടുക്കാൻ. ഇത് കണ്ടോ, മുളക് കണ്ടോ, എന്ത് ഭംഗിയുള്ള മുളകാണ്. ഇതേലെ ഇങ്ങനെ ചുമന്ന്, ഇത് പഴുത്ത് കഴിയുമ്പോൾ ചുമന്ന് വരും കേട്ടോ. ഒറ്റ മുളക് മതി, നല്ല എരിവാണ്. മീൻപീര വെക്കാനൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പം ഈ മുളക് കൊണ്ട് നമുക്ക് മീൻപീര ഉണ്ടാക്കാം. അതിൻ്റെത് ഞാനിപ്പോൾ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ അതിമനോഹരമാണ് കേട്ടോ. ഇതിപ്പോൾ അവിടെ തോടുണ്ട്, ആ തോട്ടിൽ നിന്ന് ഓസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പാട്ടയിലേക്ക് വെള്ളം വരും. ഇത് മരങ്ങൾ, പഴത്തിൻ്റെ മരം കുഴിച്ച് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യൂ. അപ്പം നമുക്ക് നല്ലതായിരിക്കും. നമുക്ക് ആരുടെയും കാല് പിടിക്കണ്ട. ഇപ്പോൾ ആണുങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാലേ കറി വെക്കുള്ളൂ എന്നുള്ള വാശിയിലിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അന്നും ആദായം എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ
ഇപ്പം തന്നെ ഇടാം കേട്ടോ. ഓക്കെ. ഇനി വേറെ കോവയ്ക്കയുടെ കാര്യമാണ്, അതെങ്ങനെ നട്ട് വെക്കണമെന്ന് പറയാം. ഓക്കെ.